നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ് ഒന്ന് നോക്കിക്കേ. എന്തൊക്കെ സൗകര്യങ്ങളായി. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ കൊണ്ടുവരുന്ന വിശേഷങ്ങള്. ഇത് മറ്റേ നോർത്ത് ഫ്ലൈറ്റ്. എന്റെ അമ്മേ, നോർത്ത് ഫ്ലാറ്റിലേക്ക് ഇത്രേനോ നടന്നെത്താനോ? നിങ്ങൾ അങ്ങോട്ട് നോക്കരുത്. 20:11 വായിക്കാവുള്ളൂ. അയ്യോ, എന്തായാലും സമ്മർ തുടങ്ങിയതോടുകൂടി കൺസ്ട്രക്ഷൻകാരെല്ലാം ഫുൾ ഫ്ലഡ്ജ് കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മിനിഞ്ഞാന്നത്തെ സ്നോയുടെ മിച്ചമാണ് ഈ റോട്ടിൽ കിടക്കുന്ന വെറ്റായിട്ടുള്ള ഏരിയകൾ കേട്ടോ. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ 15 ഡിഗ്രി ടെമ്പറേച്ചറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. അപ്പോൾ പലർക്കും വിചാരിക്കാം മഞ്ഞ് അല്ല വിൻ്റർ സീസൺ ഒന്നും തീരാറായില്ലേ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ അറിയത്തില്ല, ജൂൺ മാസം ആദ്യം നമ്മളിവിടെ ചെയിനിട്ട് വണ്ടി ഓടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സിറ്റി കയറി എൻ്റെ ഫസ്റ്റ് വർഷം. അപ്പം ഏതോ ഒരു ജൂൺ മാസത്തിലാണ് ഞാൻ കയറുന്നത്. അല്ല, ജൂണിലല്ല, മെയ് മാസത്തിൽ കയറി ജൂൺ ഫസ്റ്റ് വീക്ക് ഇവിടെ ചെയിനിട്ട് ഓടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്ത എൻ്റെ ഓർമ്മകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്ന് മഞ്ഞ് പെയ്ത് വിൻ്റർ സീസൺ വന്നാൽ പിന്നെ അങ്ങ് അതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുമല്ലോ. കണ്ടോ, റാൻഡമായിട്ട് മാറി മാറി എപ്പോൾ വേണേലും ഒരു കാറ്റടിച്ച വലിയ സ്നോ സ്റ്റോം അടിക്കാം. അങ്ങനത്തെ സാഹചര്യമാണ് ഇവിടുത്തെ മൗണ്ടൻസിൽ. എന്താ പറയുക, മഞ്ഞ് പെയ്ത് കിടക്കുമ്പോഴേ ഈ ഒരു സെയിം പ്രകൃതി ഭംഗി എങ്ങനെയുള്ള ഒരു ഭീകരാന്തരീക്ഷത്തിലായിരിക്കും എന്നുള്ളത്. അതെ, ഇത് നോക്കി നല്ല വെള്ളമല്ല ഒഴുകുന്നത്. നല്ല മഞ്ഞൊരുകിയ വെള്ളമാണ്. നിങ്ങൾക്ക് എന്തായാലും കുളിക്കാൻ താല്പര്യമുണ്ടോ? കുളിക്കാൻ നമ്മളിങ്ങനെ പണ്ട് അങ്ങനെയാണ്. നമുക്ക് മറ്റേ അവിടെ നിർത്തി കുളിക്കാം. അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയാൽ മതി. ഒരു ഇച്ചിരി അങ്ങ് അകത്തേക്ക് കയറിപ്പോ നല്ലൊരു കടമുണ്ട്. ശരി, മീൻ പിടിക്കുന്നവരല്ല ഈ അറ്റത്ത് നിന്നാണ് മീൻ പിടിക്കുന്നത്. മുകളിലായിട്ടല്ലേ? നമുക്ക് ഇച്ചിരി സമ്മറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പോഴൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് മറ്റേ മഞ്ഞിന്റെ ഇത് ഒരുക്കി വരുന്നല്ലേ. എപ്പോ ആണെങ്കിലും ചെറിയ തണുപ്പുണ്ടാവും. അല്ല, തണുപ്പുണ്ട്. അന്നേരം ഇപ്പൊ പറയുന്നത് മുകളിൽ മഞ്ഞൂടെ കിടക്കുന്നുണ്ട്. ഒറ്റ മുങ്ങിയാ പിന്നെ സെറ്റാ. സെറ്റാ. മറ്റേ ഞാൻ മറ്റേ പണ്ട് പീരുമട്ടിലുണ്ടായിരുന്നപ്പോ ഇതുപോലെയായിരുന്നു. അവിടെ ഒരു പാറയുടെ ഒരു കുളമുണ്ട്. അതിങ്ങനെ ഒരു ചെറിയ സ്ട്രീം പോലെ ഇങ്ങനെ വന്നിട്ട് വെള്ളം, അതുകൊണ്ട് എപ്പോഴും നല്ല ക്ലിയർ വെള്ളമാണ്. അപ്പോൾ രാവിലെ എന്താ വെച്ചാൽ അവിടെ ഒരു കളരിപ്പയറ്റ് ഒരു ആശാൻ വന്നായിരുന്നു. ജസ്റ്റ് കളരിപ്പയറ്റ് പിടിക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളി രാവിലെ വെളുപ്പിന് 5 മണിയാകുമ്പോൾ നമ്മൾ എണീക്കും. അപ്പൊ അവിടെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ കളരിപ്പയറ്റ് ആശാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ എങ്ങനെ പഞ്ചായത്തിന്റെ സെറ്റപ്പ് അല്ല, അവിടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പിരിവണ്ടി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ഓക്കെ, അവിടുത്തെ അച്ഛന്റെ പരിചയമുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈഫിന്റെ ഒരു നാട്ടുകാരനും കൂടിയാ. പുള്ളി അങ്ങനെ യാദൃശ്യമായിട്ട് വന്നു. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു, നമ്മളെ ഉമ്മാരൊക്കെ ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു അത്യാവശ്യം അടവുകളൊക്കെ പഠിച്ചു വെച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 നേഴ്സുമാരും ഒരു സോഷ്യൽ വർക്കറും അപ്പൊ നമ്മളവിടെ ഉള്ള അവിടെ നമ്മൾ താമസിക്കുമോ. അപ്പൊ രാവിലെ 5 മണിയാകുമ്പോൾ, അപ്പം നമ്മളല്ലേലും 5:30 ആകുമ്പോൾ എണീക്കണം. കാരണം രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഈ ഒരു 6:30 ആകുമ്പോൾ കുർബാനയുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ആംബിയൻസാ. അപ്പോൾ പുള്ളി തുടങ്ങി 5 മണിയാകുമ്പോൾ നമ്മൾ എണീക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ താഴെ ഒരു വേറൊരു കരിങ്കല്ല് കൊണ്ട് വേണ്ടത് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇതുമായിട്ട് ബന്ധമില്ലാതെ. അപ്പൊ അതിന്റെ അകത്താണ് രാവിലെ തോർത്തൊക്കെ കൊടുത്ത് ആദ്യത്തെ ദിവസമൊക്കെ എണീക്കാൻ ഭയങ്കര മടിയാ. ഈ തണുപ്പ്, ചെറിയ തണുപ്പ്, കോടയൊക്കെ അടിച്ച് തണുപ്പൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് തോർത്തുകൊണ്ടാ ഇങ്ങനെ നമ്മളാണുങ്ങൾ തോർത്തുകൊണ്ട് കൊടുത്തിട്ട് തോർത്തുകൊണ്ട തന്നെയാണ് ഈ ഉടുപ്പൊന്നും ഇടാതെ ആദ്യം കുറെ എക്സസൈസ് ചെയ്യിപ്പിച്ച് നമ്മളെ ഇങ്ങനെ ലൂസാക്കി ആദ്യം കുറെ എക്സസൈസ് അരമണിക്കൂർ കൊണ്ട് ചെയ്യിപ്പിക്കും ആദ്യത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സെയിം എക്സസൈസ് തന്നെയാണ് എല്ലാ ദിവസം ചെയ്യുന്നത്. പക്ഷെ പിറ്റേ ദിവസം 20 മിനിറ്റ് ആയിരിക്കും. അങ്ങനെ കുറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട്, അതായത് ഏത് പുതിയ അടവ് പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ 5 മിനിറ്റ് എക്സസൈസും
ഓക്കെ. അതും പണ്ട് പഠിപ്പിച്ച അതെല്ലാം ആ സെയിം എണ്ണം തന്നെ ഫാസ്റ്റ് ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ ചെയ്യണം. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാമപ്പോ. അത് കഴിഞ്ഞ് പുള്ളി പുതിയ അടവ് ഒരു ദിവസം ഒരു 2 അടവ് വെച്ച് പുതിയതോ എന്നാൽ അതിന്റെ സ്റ്റെപ്പുകളൊക്കെ ഓരോന്ന് പഠിപ്പിക്കും. പഠിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടാവും, ശരീരം അങ്ങോട്ട് നന്നായി ചൂടാവും. അന്നത്തെ ആ ഒരു മൂപ്പിന് നമ്മുടെ ആ വേർപ്പൊക്കെ അങ്ങ് കഴിഞ്ഞ് ഒന്ന് താഴും. എന്നിട്ട് ആ കുളത്തിലോട്ട് പോയി ചാടവാ നിങ്ങൾ പറഞ്ഞ പോലെ. ആ ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഫുൾ എനർജിയിലാ. അപ്പൊ അത് ചെയ്യാതെ നമ്മളിപ്പോ രാവിലെ എണീറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ തണുപ്പ്, നിങ്ങൾ പറഞ്ഞ പോലെ തണുപ്പും പുറത്തലെ ആ ഒരു ഇതും, മറ്റേത് ഇത് കഴിഞ്ഞിട്ട് മുടിഞ്ഞ വിശപ്പും. ഈ ഒരു കുളി കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ട് അവിടെ ഒരു ഭക്ഷണത്തിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ ഭക്ഷണം. ഇവിടെ കുളിക്കാമെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പണ്ട് 1ാം ക്ലാസ് തൊട്ടേ പാഞ്ചാറായ സമയത്ത് തൊട്ടേ എനിക്ക് തോന്നുന്നൊരു കോളേജിൽ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന അവസാനം വരെ വീക്കെൻഡ്സുകൾ കംപ്ലീറ്റ് ആറ്റില്ല. അവിടെ ഒരു ചെക്ക് ഡാമൊക്കെ ഉണ്ട്, അപ്പൊ പുഴയിലാ മൊത്തം. അപ്പോൾ അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പുഴ കാണുമ്പോ നമുക്കൊരു കൊതി. അത് ശരിയാ, നിങ്ങളുടെ ആ ഏരിയ ഒത്തിരി ചെക്ക് ഡാമുകളൊക്കെ ഉണ്ട് അല്ലേ? അവിടെ ചെക്ക് ഡാം ഉണ്ട്, പിന്നെ തോടുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു അമ്മ വീട് അത് എവിടുന്ന മറ്റേ ഇടുക്കിന്നൊന്നും പോണ്ടാ. അതായത് ഈരാറ്റുപേട്ടയിലാണ് ഈ മീനിച്ചിലാറിന്റെ 2 ഭാഗം വരുന്നുണ്ട്. ഒന്ന് നമ്മൾ വാഗമണ് വന്ന റൂട്ടില്ലേ, തീക്കോയി എന്നൊക്കെ പറഞ്ഞ സ്ഥലം, അതിലെ ഒരു, അതായത് കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇതെല്ലാം പല ചെറിയ ചെറിയ തോടുകളാണ്. ഇപ്പൊ വാഗമണിൽ നമുക്ക് മലയാക്കട കാണാം, അല്ലെങ്കിൽ ചെറിയ തോട് പോലെ. അതിന്റെ മെയിൻ ആയിട്ടൊരു സ്ട്രീമിലായിട്ട് വരുന്ന തീക്കോയി ഒക്കെ വരുമ്പോൾ തന്നെ ഒരു ആറ് പോലെ, ഒരു നദി പോലെ വരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് പൂഞ്ഞാറ് ഭാഗം. അത് പൂഞ്ഞാറ് ഭാഗം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ചെറിയ അതായത് ഇങ്ങനെ ഓരോ മലയുടെ ഇടുക്കുകളാണ്. ഒരു ഭാഗത്ത് അടിവാരം, ഒരു ഭാഗത്ത് പെരിങ്ങളം, ഒരു ഭാഗത്ത് പാതാമ്പുഴ. ആ പാതാമ്പുഴയൊക്കെ കയറി നമ്മൾ മുണ്ടക്കയത്തിലൊക്കെ പോകും. അപ്പൊ മുണ്ടക്കയം എന്ന് പറയുന്നത് വേറൊരു മലയുടെ താഴ്വശത്താണ്. അപ്പൊ ആ മലയെന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ തോടുകളുണ്ട് പല ഭാഗത്തൂടെ. അപ്പൊ നമുക്കിപ്പോ ഈ മഴക്കാലമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെറിയ ചെറിയ സ്ട്രീമുകളാണ്. ഇപ്പൊ ഇവൻ എന്റെ അമ്മ വീടിന്റെ ഒക്കെ ആണെങ്കിൽ മോള് വെച്ചിട്ട് ആ റോഡിൽ തന്നെ നിന്നാ മതി. വെള്ളം നമ്മൾ കുളിക്കുന്ന അതൊന്നും അവിടെ വാഷ്റൂമിൽ കുളിയൊന്നും ഇല്ല, ഇങ്ങനെ തോട്ടിലും ഇങ്ങനെയുള്ള ഇതിലാ കുളിക്കുന്നത്. അപ്പൊ അത് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം. ആ വെള്ളം തന്നെ നമുക്ക് കുടിക്കുകയും ചെയ്യാം, കാരണം അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഈ ഫോറസ്റ്റ് പോലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പം അതിന്റെ ഒരു പരിധിക്ക് താഴോട്ടേ ഉള്ളൂ ഈ റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ തോടുകളെല്ലാം വന്ന് പൂഞ്ഞാറൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈരാറ്റുപേട്ട വന്നാണ് ഇത് രണ്ടും കൂടെ ഒന്നിക്കുന്നത്. അങ്ങനെയാണ് ഈരാറ്റുപേട്ട, അതായത് നേരത്തെ ഈരാമ്പുഴ എന്നൊക്കെ ആയിരുന്നു. അതായത് 2 ആറുകൾ തമ്മിൽ യോജിക്കുന്ന സ്ഥലം. അങ്ങനെ ഈരാറ്റു എന്ന് പറയുന്നത്. പേട്ട എന്നുള്ള മുസ്ലിംസിന്റെ ഇതിൽ പേട്ട എന്നുള്ള ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈരാറ്റുപേട്ടൊക്കെ പണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ നമ്മൾ പണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞില്ലായിരുന്നു, മറ്റേ നമ്മള് ചരക്ക് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അന്ന് ഈ മുണ്ടക്കൈ ഇങ്ങനെ ഒരു കൂട്ടിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അന്ന് കൂട്ടിക്കൽ അവിടുത്തെ ഒരു മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ്. അന്ന് ഈ പറയുന്ന കൂട്ടിക്കൽ ഈരാറ്റുപേട്ട, പാലായൊന്നും അത്ര ഫേമസ് അല്ല. പാലയൊക്കെ അല്ലാതെ കയറി വന്നു. പണ്ടത്തെ കാലത്ത് ഈ നമ്മുടെ മലഞ്ചരക്ക് വ്യാപാരം നടക്കുന്ന സ്ഥലമാണ്. കൂട്ടിക്കലാണ് വലിയ മാർക്കറ്റ്. ഈ കുരുമുളക്, മാറ്റാതെ വരച്ചത് എല്ലാം. എന്നിട്ട് അത് ആലപ്പുഴയ്ക്ക് പോകുന്ന ഈരാറ്റുപേട്ട വന്നിട്ടാണ്. അതായത് ഈരാറ്റുപേട്ടയിൽ അവിടെ നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയത്തില്ല, അവിടെ 2 പാലമുണ്ട്. ഒരു അരിത്രപ്പള്ളിയോട് ചേർന്നുള്ള ഒരു പാലം എന്ന് പറയുന്നത് പണ്ട് പാലം ഇല്ലാത്തപ്പം അവിടെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഈ ബീച്ച് പോലെ ഒരു നല്ല സ്റ്റൈലായിട്ട് കിടന്ന സ്ഥലമാണ്. അപ്പൊ എന്റെ ഫാദറിനൊക്കെ ചെറുപ്പത്തിലെ ഓർമ്മയുണ്ട്, ഇങ്ങനൊരു വലിയ പാറ പോലെ വന്നിട്ട് അവിടെ ഇങ്ങനെ മണൽത്തിട്ടാ. അപ്പൊ വലിയ ഈ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ കെട്ടുവള്ളങ്ങൾ ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് കയറി വരും. എന്നിട്ട് ഈ മറ്റേത് കാളവണ്ടിക്കും മറ്റേതല്ലാതൊക്കെ ആയിട്ട് കൂട്ടിക്കന്ന് ഈരാറ്റുപേട്ട വന്നിട്ട് ഈ സാധനം ആലപ്പുഴയ്ക്കാ പോകുന്നത്. ആലപ്പുഴയാണ് മെയിൻ കേന്ദ്രം. അന്ന് എറണാകുളം അങ്ങനെയൊന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ആലപ്പുഴയിലോട്ട് ഈ ചരക്ക് അവിടം വരെ വെള്ളം കയറി വന്നോണ്ടിരുന്ന വെള്ളം ഈരാറ്റുപേട്ട വരെയോ ചരക്ക് വെള്ളം വന്നോണ്ടിരുന്ന. അതായത് എനിക്കൊന്ന് എന്റെ ഫാദറിന്റെ ഒക്കെ ഒരു ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു 50-60 വർഷം മുമ്പ്. അന്നാ പറയുന്നത് അന്നായിരുന്നു അവിടെ ഒക്കെ കാണാൻ സെറ്റപ്പ്. കാരണം വെച്ചാൽ അന്ന് നദിയെ ബേസ് ചെയ്താണല്ലോ. ഇപ്പം അത് കഴിഞ്ഞൊരു പരിധി വന്നു കഴിഞ്ഞപ്പം ടൗൺ വികസിച്ച് കഴിഞ്ഞപ്പം നദി പുറത്തോട്ടും ടൗൺ അകത്തോട്ട് വരുന്നത്. അതായത് എല്ലാ ഷോപ്പിന്റെയും പുറവശം ഏതാണ് വേസ്റ്റ് തട്ടാനുള്ള എളുപ്പത്തിന്. അല്ല, അത് ഈ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തില് പ്രധാനപ്പെട്ട ഏത് നഗരങ്ങളും ഒരു നദിയുടെ തീരത്തായിരിക്കും പണിതേക്കുന്നത്. അതിന്റെ എല്ലാ ഫേസ് നദിയിലേക്കായിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇന്ത്യ മാത്രമാണ് എല്ലാത്തിന്റെ പുറകുവശം നദിയിലേക്ക്. ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ പാലായില് മീനിച്ചിലാറിങ്ങനെ വരുന്നതാണ് പാലായി വരുന്നത്. പാലായില് ഇപ്പോഴത് ഫ്രണ്ടാക്കി വരുന്നുണ്ട്.
ഏതാ ബാക്ക് സൈഡിൽ കൂടെ റിവർ വ്യൂ റോഡ് എന്നും പറഞ്ഞോണ്ട് വന്ന് പണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെയാ ഈ റിവർ പുറകില ഒരു കാന പോലെ അതന്നെ. പണ്ടൊരു പ്രാവശ്യം ഈരാറ്റുപേട്ടൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചെക്ക് ഡാമൂടെ കെട്ടി. പണ്ടൊക്കെ ഇങ്ങനെ ആറ്റി പോയി കുളിക്കാന്നുള്ള ഇതുണ്ടല്ലോ. അപ്പം ഈ മറ്റേ കോഴിക്കച്ചവടമൊക്കെ നടത്തുന്നവര് മറ്റേ ഇറച്ചിക്കടയൊക്കെ നടത്തുന്നവര് ഈ ഡാം വന്നപ്പോ ഇതങ്ങ് തട്ടിയച്ചാൽ മതി. ആറ്റിലോട്ട് രാത്രിയിൽ കടയുടെ പുറകിൽ തട്ടി കഴിഞ്ഞാ അപ്പൊ അന്ന് പറയാറ് കുളിക്കാൻ പോകുന്നവരൊക്കെ എണീറ്റ് വരുന്നതിന് മറ്റേ കോഴിയുടെ കുടലൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ഗതികേടാ. ആൾക്കാരെല്ലാം സെൽഫിഷാ, അവനവന്റെ കാര്യം മാത്രമേ. ഇപ്പൊ ഞാൻ ചോദിച്ചേ, എവിടെയെങ്കിലും വീട്ടിൽ ചെന്നാൽ വീടിന്റെ ഇൻസൈഡും വീടിന്റെ പരിസരവും ഒക്കെ ഭയങ്കര നീറ്റാ, വീടിന്റെ മിറ്റവും. അവന്റെ ഗേറ്റ് കഴിഞ്ഞ് അവന്റെ മതിലിന്റെ ഇപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തെ വേസ്റ്റ് വാരി മതിലിന്റെ അപ്പുറത്തേക്ക് ഇടും. എന്നിട്ട് റോട്ടിലെത്തി ഇട്ട് കത്തിക്കും. അല്ല, അതിന് ഒരു പരിധി വരെ വീട്ടുകാരും കുറ്റം പറയാൻ പറ്റില്ല. ഈ വേസ്റ്റ് ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് കളയാതുകൊണ്ട് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത എല്ലാ ആഴ്ചയും കളക്ഷനും ഉണ്ട്. ഈ പഞ്ചായത്തിന് ഇന്ന് ഒരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടോ? അതില്ലല്ലോ. ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കും മിക്ക സമയത്ത് ഇതുപോലത്തെ തത്വങ്ങളൊക്കെ പറഞ്ഞ അമ്മച്ചായിട്ട് വഴക്കാം. മറ്റേ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് നമ്മളവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് ഹരിത കർമ്മസേന അവര് വന്ന് ഇത് എടുത്തോണ്ട് പോകും. പക്ഷെ അവരെടുത്തോണ്ട് പോണേന് ഈ പ്ലാസ്റ്റിക് കഴുകി ഉണക്കി അതിൻ്റെതായ രീതി ഭയങ്കര രീതി വെക്കണം. അല്ല, ഞാൻ പണ്ട് പറയായിരുന്നു ഇങ്ങനെ ഈ ഇവിടുത്തെ പോലെ ഒരു ചെറിയ, അതായത് ഇത്ര വലുത് വേണ്ട. കാരണം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ചെറിയ ഇതാണല്ലോ. അപ്പൊ നമ്മളുടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ഥലമുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൂടെ ഒരു കുറെ എല്ലാ ടൗണിലെ അവിടെ കൂട്ടി ഒരിടത്തോട്ട് പോകുമ്പോഴാണല്ലോ വലിയ ബൾക്കായിട്ട് വരും. ഒരു പഞ്ചായത്തിലുള്ള ആ പഞ്ചായത്തിൽ തന്നെ. അപ്പൊ ചില പഞ്ചായത്തുകൾക്ക്, ഇപ്പൊ ഞങ്ങളുടെ ആ പഞ്ചായത്ത് ഈ പറയുന്ന പോലെ വലിയ വലിയ ടൗണുകൾ, പൂഞ്ഞാറ് ഒരു ചെറിയ ടൗണുണ്ട്, ചെറിയ ടൗണേ ഉള്ളൂ. വേസ്റ്റിന് ഒരു പരിധിയുണ്ട്. അപ്പൊ വേണേ ഈരാറ്റുപേട്ടയിലെ കുറച്ച് ഭാഗങ്ങൾ വേണേ ഈ പഞ്ചായത്തിലോട്ട് കുറച്ചുകൂടെ പോവാം. അതുപോലെ തടനാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഈ ടൗൺ എന്ന് പറയുന്ന ചെറിയ ടൗണുകൾ. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ ബൾക്കായിട്ടുള്ള വേസ്റ്റുകൾ വരുന്നില്ല. അപ്പം അവർക്കും വേണേലും ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഉള്ള വേസ്റ്റുകൾ എടുക്കാം. എന്നുവെച്ചാ ആ ചെറിയ പ്ലാന്റില് ഇത് ചെയ്യാൻ പറ്റും. അതുമല്ല, പിന്നെ കുറെ പേർക്ക് ജോലിയും കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ട്രക്കുമായിട്ട് പോവുക, ഒരു ചെറിയ ട്രക്ക് അല്ല, ഇവിടുത്തെ പോലെ വലിയ ട്രക്കൊന്നും വേണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റൈസ് ചെയ്താൽ മതി. ഈ കാരണം റീസൈക്ലിംഗ് വേസ്റ്റ് മാനേജ്മെന്റും എത്രമാത്രം പൈസ ഉണ്ടാക്കാവുന്ന ഏരിയ. അപ്പൊ പ്രൈവറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതിന്റെ ലാഭം ഉണ്ടാക്കാനുള്ള ഇതിൽ കോമ്പീറ്റ് ചെയ്ത് ഒരു 1-2 പേര് ഇവർ ഇത്ര നാളത്തെ കോൺട്രാക്ട് എടുത്ത് ചെയ്യാനുണ്ട്. ഈ ഗവൺമെന്റ് പരിപാടി ആകുമ്പോഴാണല്ലോ ഇത് വല്ലവന്റെ സാധനം കൈയിട്ട് വരാമെന്ന് വിചാരിച്ച് പരിപാടി പണിയെടുക്കണമെന്ന് ആഗ്രഹമില്ല, ശമ്പളം പഠിക്കണമെന്നല്ലേ. അല്ല, തന്നെയല്ല ഈ പഞ്ചായത്തിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കും ഉത്തരവാദിത്തം ഇല്ലല്ലോ. ലാഭത്തിലാണേലും നഷ്ടത്തിലാണേലും കോമ്പറ്റീഷൻ ഇല്ല, ഇതെങ്ങോട്ടും പോകാനില്ല. അല്ലേ എന്നാ ചോദിച്ചാൽ നാട്ടിൽ ചെയ്യാനുള്ള സംഭവമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ജോലി ഇല്ലാത്തവനെ അന്നേരം സസ്പെൻഷൻ അടിച്ച് കൈ കൊടുക്കുന്ന കൂട്ട് പരുവത്തിലേക്ക് ഈ സംഭവം മാറ്റിവിടും. അതായത് വെച്ചാൽ നമ്മുടെ അവിടെ നിന്ന് ആൾക്കാരുണ്ടല്ലോ, അല്ലാതെ ഈ ആളിന്റെ ദൗർലഭ്യം ഇല്ല. ഇതിന്റെ സംഭവം എന്താ വെച്ചാൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് നേരായ രീതിയിൽ സസ്പെൻഷൻ അടിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒത്തിരി നാളെ അവിടെ വാഴയല്ല. അവനെ നേരെ വെട്ടിക്കൊല്ലുവോ, തട്ടിക്കൊല്ലുവോ, അവന്റെ കുടുംബത്തിനെ കിഡ്നാപ്പ് ചെയ്യുവോ. ടോപ്പ് ലെവലിൽ നിന്ന് നന്നായി വരണം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം അതുകൂട്ടി ഇപ്പൊ പഞ്ചായത്തിലൊക്കെ ആണെങ്കിലും ഈ പുതിയ പിള്ളേരുണ്ടല്ലോ, നമ്മുടെ ഒരു ഏജിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അത് ശരിയാ. അവര് പഴയ പോലെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. പണ്ടത്തെ ആ ഒരു കുറച്ച് ജോലി എടുക്കണം, കുറച്ചൊരു ഇതുണ്ട്. കാരണം ഞാൻ ഇന്നാള് മറ്റേ ഈ പഞ്ചായത്തിന്റെ നിന്നൊക്കെ നാട്ടിൽ പോയപ്പോഴൊക്കെ ആണെങ്കിലും പറയുമ്പോൾ പണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇവരുടെ ഇരിപ്പും ഇവരെ ഭക്തി പൂർവ്വം നമ്മള് നിൽക്കുന്ന പൊസിഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ വിളിക്കുക. ബഹുമാനം കുറവുണ്ടെങ്കിൽ ഇച്ചിരി ബഹുമാനം നമ്മളെ കൊണ്ട് ഉണ്ടാക്കി എടുപ്പിച്ചിട്ട് ശേഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ ഇന്ന് പഞ്ചായത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ തരപ്പടി ഏകദേശം ആൾക്കാരൊക്കെ ആകുമ്പോൾ അവര് കുറച്ചുകൂടെ പെട്ടെന്ന് വർക്കൊക്കെ ഒന്നുമില്ല, ഒരു ശകലം നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പറഞ്ഞോണ്ട് മനുഷ്യന്മാരോട് പെരുമാറാനൊരു കുറച്ചുകൂടെ സത്യം കേട്ടോ ഉള്ള കാര്യം. അത് തന്നെയല്ല, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ മറ്റേ പാലായുടെ മുഖം ഒന്ന് മാറി റിവർ സൈഡ് റോഡ് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ അത് പുതിയ തലമുറയുടെ ചേഞ്ചുകളാ, പഴയതല്ല. ഇപ്പൊ ഒന്ന് പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അന്നേരം ഫോണിൽ എടുത്തിട്ട് റൂഡായിട്ട് സംസാരിക്കുന്നവരൊക്കെ അന്നേരം ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ. പുതിയ ആൾക്കാർ മുഴുവൻ ഫോണിലൊക്കെയാണ് എടുത്തിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്കും ഭയവാ. ഇവനൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എയറിലായി, പിന്നെ സസ്പെൻഷനായി, പിന്നെ എന്റെ കുടുംബമായി, പിന്നെ അവരും ഉണ്ടല്ലോ നിങ്ങൾ പറയുന്ന പോലെ. ഇവനിപ്പോ ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവന് ജീവിക്കണ ഈ ജോലിക്ക് വരണമല്ലോ. ഇവിടെ അല്ലേ നിങ്ങൾ ഇവിടെ വണ്ടി നിർത്തി നമുക്ക് ഈ റൂട്ടിൽ ഇതുവഴി നമുക്ക് അങ്ങ് നടന്നുപോയി ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ നമുക്ക് കുളിക്കാം.
അപ്പൊ മീൻ പിടിക്കുന്നവരൊക്കെ അവിടെയാ മീൻ പിടിക്കുന്നത്. ഓ ശരി, നല്ല രസമാണ്. കണ്ടോ? ഒരു ദിവസം നമുക്ക് സെറ്റാക്കിയ. നിങ്ങളുടെ ടവലുണ്ടോ? വലിയ ആഴമൊന്നുമില്ല, നമ്മുടെ അരക്ക് ചെറിയ അരക്ക് താഴെ ഇതുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ കുനിഞ്ഞ് കിടന്നാൽ മതി. തോട്ടി കുളിക്കുന്ന പോലെ. തോട്ടി കറക്റ്റ് തോട്ടി കുളിക്കുന്ന ഫീലാ. നല്ല കുറെ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ കല്ലുകളൊക്കെ പിടിച്ച് കല്ലുകളൊക്കെ ഇരുന്ന് കിടന്നാൽ മതി. അല്ല, നമ്മൾ ഈ ലേക്കിൽ പോയി മുങ്ങുന്നതിലും സേഫ് ഇവിടെ ഇങ്ങനത്തെ വെള്ളത്തിൽ തോട്ടി പോവാ. അതെ അതെ, അതായത് നമുക്ക് നിലം കാണാം ഒന്നാമത്. മറ്റേ ഈ ഇവിടുത്തെ ലേക്കുകളിലൊക്കെ ചിലയിടത്തൊക്കെ നമുക്ക് അറിയില്ലല്ലോ, പരിചയമില്ലാത്ത ടെറൈൻ. നിങ്ങൾ ഇന്നാൾ പറഞ്ഞ പോലത്തെ ഈ എന്താ എന്താ ഈ മറ്റേ ഇത് കൂടി സൂക്ഷ്മമായിട്ടുള്ള എന്തോ ബാക്ടീരിയ ഒരു, അതായത് പണ്ട് മൈക്രോ ഈ അതെനിക്കൊന്ന് യുഎസിലാണ് കാനഡയിലാണ് ഇന്നാളൊരു ഒരു ഞാൻ പണ്ട് ഇവിടെ നമ്മളൊരു എനിക്കൊന്ന് 5-6 വർഷം മുമ്പ് ഞാൻ ന്യൂസ് കേട്ടത്. അതായത് മൂക്കിൽ കൂടെ കയറുക പിള്ളേരുടെ, തലച്ചോറി ചെല്ലും, എന്നിട്ട് അവർക്ക് മരണം. അതിനൊരു ആ സാധനത്തിന് അതിൻ്റെ ഒരു പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഒരുവിധം ലേക്കുകളൊക്കെ ഇങ്ങനെ കെട്ടി വെള്ളം കിടക്കുന്നതായിരിക്കില്ല, ഈ ചെളി ഇങ്ങനെ ആയിട്ട്. പിന്നെ ലേക്കിലോട്ടൊക്കെ പോകുമ്പോൾ അറിയത്തില്ല, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളൊക്കെ പലതും മറ്റേ റീസൈക്കിൾ ചെയ്ത് വിടുന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവിടെ എനിക്ക് യുഎസിലൊക്കെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ലേക്കുകൾ. ഇവിടെ ഒന്നും അങ്ങനെ ഇത് യുഎസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് പുറത്ത് വന്നാൽ വലിയ ഫൈനാ. പക്ഷെ അത് അവരല്ലാത്ത രീതിയിൽ ഇന്നാളെ അവരടുത്ത് കണ്ടായിരുന്നു ഏതൊരു സ്ഥലത്ത് ഇങ്ങനെ അത് യൂറോപ്യൻ കൺട്രീസിൽ എവിടെയാന്ന് പറഞ്ഞു. അതായത് ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ഒരു അലർജി കൂടുക. അതായത് ആർക്കും അറിയത്തില്ല ഇതാണെന്ന് സംഭവം. അപ്പൊ ഇതിൽ ഏതോ ഒരു പുള്ളി ഒരാളെ കണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ കണ്ട് ടെസ്റ്റ് ചെയ്തു. പക്ഷെ ആ പുള്ളിയെ കുറെ ആളെ കാണാനില്ല. സ്വാഭാവികം. അതാണ് ഇവിടുത്തെ. അതായത് അത് മറ്റേ ഇതുണ്ടല്ലോ എന്നാ ഈ ഇന്നാളെ പറഞ്ഞല്ലേ ഇറങ്ങുന്നില്ലേ ഈ ബോയിങ്ങിന്റെ ഈ വിമാന കമ്പനിയിലെ ഒരു പുള്ളി ഇതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞത്. അപ്പൊ ബോയിങ്ങിന്റെ ഫ്ലൈറ്റുകൾ അവിടെ എവിടെയൊക്കെ ക്രാഷ് ആകുമ്പോ എന്റെ ഫോൾട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞ പുള്ളി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടത്തേക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇതൊന്ന് കണ്ടുപിടിച്ച് പ്രൂവ് ചെയ്താൽ ഈ ചെയ്യണവന്റെ ജീവിതം തെറിക്കുന്ന രീതിയിൽ ഇവര് പണിഷ്മെന്റ് പറയും. അതൊരു ഗുണമാണ്. അപ്പൊ ആൾക്കാർക്ക് ചെയ്യാൻ പേടിയാ. ഇച്ചിരി പ്രോപ്പറായിട്ട് ചെയ്യും. ഇപ്പം നിസാര സംഭവം ഡീസൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞോണ്ട് ഒരു ടീമുണ്ട്, ഹെവി ഡി എന്നൊക്കെ പറഞ്ഞോണ്ട്. നമ്മളെ പോലെ ഈ പറഞ്ഞ പോലെ ട്രക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ടീമുകളാ. അവർക്ക് ഒത്തിരി നല്ല യൂട്യൂബും പരിപാടിയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അവരിതുപോലെ പഴയ ട്രക്കുകളും പിന്നെ റിക്കവറി പരിപാടികളാണ്. ഇതുപോലെ വലിയ ക്ലിഫിന്റെ മുകളിൽ നിന്ന് വീഴുന്ന സാധനങ്ങള് ഈ ഫയർഫോഴ്സ് പോലും ഇവിടുത്തെ പല ഡിപ്പാർട്ട്മെന്റുകളും ഇവരെ ആശ്രയിക്കുന്നത്. ഇവർക്ക് മറ്റേ ആർമിയുടെ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് ഇവർക്ക് സ്വന്തമായിട്ട്. അപ്പം ഈ ക്ലിഫിൽ നിന്ന് പോകുന്ന വിമാനങ്ങള്, വലിയ വലിയ മേജർ അപകടങ്ങള്, അവിടെ നിന്നൊക്കെ ഈ ഗവൺമെന്റ് തലത്തിലുള്ള സാധനങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഇവരുടെ സഹായങ്ങൾ ഇവർ ചോദിച്ചു. ഇതാണ് ഇവരുടെ പരിപാടി. ഇവരുടെ എല്ലാ എക്യുപ്മെന്റും ഉണ്ട്. അപ്പൊ ഹെവി ട്രക്കുകളൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം ഈ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പൊ ഇവര് സോഷ്യൽ മീഡിയ ഹിറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസൽ പവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് നമ്മുടെ ഈ ലൗസിലും പൈലറ്റിലും ഒക്കെ ഇവരുടെ ഡീസൽ ബ്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ടീഷർട്ടും തൊപ്പിയൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഇവരുടെ ട്രക്കുകളെല്ലാം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് 2 പുകകളിലൂടെ ഇങ്ങനെ വലിയ പുകയാ പോളെ എന്ന് പറഞ്ഞോണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈയിടെ മൈക്ക് ടൈസന്റെ ഒരു ബോക്സിംഗ് ഉണ്ടായിരുന്നു, മറ്റേ ജെയ്ക്ക് പോൾ എന്നും പറഞ്ഞുകൊണ്ട് ആയിട്ട്. അപ്പൊ ഈ ജെയ്ക്ക് പോളിന്റെ കൂട്ടുകാരാ ഇവര്. ജെയ്ക്ക് പോളിനെ റിങ്ങിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ഹെവിഡിയാ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ ഇവരുടെ ഈ എല്ലാ ട്രക്കിൽ നിന്നും ഇങ്ങനെ ഇതുപോലെ പുക ഓർമ്മിപ്പിക്കുന്നതിനെതിരെ അവര് യൂത്ത് ബേസ്ഡാ. അപ്പൊ യൂത്താലെ കുറെ പ്രകൃതി സ്നേഹികള് ഇത് കൊടുത്തു, കേസ് കൊടുത്തു. അവര് കേസ് കൊടുത്ത് എൻവയൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല മറ്റാ മറിച്ചാന്ന് പറഞ്ഞോണ്ട് ഇവനെ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ഇവന്റെ പ്രസ്ഥാനങ്ങളെല്ലാം നിമ്പി പൂട്ടിച്ചു. എന്നിട്ട് അതിനെതിരെ ഇവനെതിരെ കേസ് കൊടുത്ത ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഭയങ്കര. അപ്പൊ പുള്ളിയുടെ ഒരു സ്ഥിരം പരിപാടിയാണിത്. പുള്ളി ഇന്നപോലെയുള്ള ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ട് ഇവരുടെ അടുത്തുനിന്ന് ബാർഗെയിൻ ചെയ്ത് കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് പൈസ മേടിച്ച് അങ്ങനെ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ വേറൊരു വക്കീലിനെ വെച്ച്, വലിയ വക്കീലിനെ വെച്ച് അയാൾക്കെതിരെ കേസ് കളിച്ച് ആണ് ഇവന്റെ പ്രസ്ഥാനങ്ങളെല്ലാം തുറന്നത്. അപ്പൊ അത് വലിയ പ്രശ്നമായി. ഇവന്റെ കുറെ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നെല്ലാം പൂട്ടിപ്പോയി. ട്രംപ് പ്രസിഡന്റ് ആയപ്പോ ട്രംപിന്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും ട്രംപിനെ അപ്രീഷിയേറ്റ് അത്രയും ലെവലുണ്ടായിരുന്നു പുള്ളിയായി ഹെവി ഡി. അപ്പൊ ഇവനാണ്ട് ഒരാഴ്ചയോളം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞവൻ യൂട്യൂബിൽ കുറെ
ഇന്നൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴാണ് പുറം ലോകം ഇന്നതാണ് കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ച ഡീസലിന്റെ ട്രക്കുകളിൽ നിന്ന് ഇത് പോയിട്ട് ഇവർക്ക് മറ്റേ ഡെഫില്ലാത്താന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ചെയ്തത്. അപ്പൊ അത്രയ്ക്ക് സീരിയസ് ആണ് വയലേഷൻസ് ഇവിടെ എന്ന് പറയുമായിരുന്നു. അതുകൊണ്ടൊരു പേടി ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിൽ പുഴ തട്ടി എന്ന് പറഞ്ഞാൽ അവൻ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു. കാശുള്ളവൻ എപ്പോഴും സുഖമായിട്ട് രക്ഷപ്പെടാമല്ലോ നമ്മുടെ സിസ്റ്റത്തില്. അങ്ങനെ ലോക്കൽ ടൈം 4:30 നമ്മളിപ്പോൾ ഉള്ളത് റെനോ എന്ന് പറയുന്ന സ്ഥലത്താണ്, നെവാഡയിലെ. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കുമല്ലോ, കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈടെ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചല്ലേ. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവസ്യാച്ചൻ പയ്യെ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. റെനോ മാത്രമേ ഇനിയിപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഈ റെനോയും കൂടെ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മേജർ ടൗൺഷിപ്പുകളൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി വലിയ സിറ്റി ഒന്നുമില്ല. ഇതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 100-800 കിലോമീറ്റർ അങ്ങ് സോൾട്ട് ലേക്ക് സിറ്റി എത്തനോടം വരെയുള്ള വിജനമായ ഏരിയകളാണ്. നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് നഗറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. എല്ലാ വലിയ കസീനോയും വലിയ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു വലിയ സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നു ലാസ് വേഗാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെവാഡയിലെ 2ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റെനോ. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം 11 മണിയായി കേട്ടോ. നമ്മൾ ബ്രേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഒത്തിരി ഇരുട്ടാവുന്നതിന് മുമ്പും, ഇരുട്ടായി കഴിഞ്ഞാൽ പയ്യെ തണുപ്പ് കയറും. അപ്പം അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയാൽ നമുക്ക് കുറച്ച് പുഷപ്പൊക്കെ അടിക്കാം. തണുപ്പായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാനൊക്കെ ഒരു സുഖമില്ല. നമ്മളെന്തായാലും വേണ്ട ഒരു കിഡിലൻ ആംബിയൻസിലാണ് ബ്രേക്കിന് നിർത്തിയേക്കുന്നത് കേട്ടോ. കാരണം സൺസെറ്റ് എന്ത് അടിപൊളിയാണെന്ന് നോക്കിക്കാം. അവിടെ ഒരു ക്യാറ്റിൻ്റെ വണ്ടിയും കിടപ്പുണ്ട്.